എനിക്കൊരു പരാതിയൊന്നുമില്ല. ഇനി മേലെ ആരെ അടിക്കരുത്, അത് മാത്രം. ഞാൻ ഇങ്ങനെ ബ്ലഡ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് കാര്യം എന്ന് ചോദിച്ചു. ഒരു വ്യക്തി തന്നെ അടിക്കുമ്പോൾ ഒരാളോട് ചോദിച്ചില്ല എന്താണ് ആ വൃത്തനെ അടിക്കണത്. ഒരെല്ലാം കൊല്ലാകാരാണ്. അവൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളവനെ അടിച്ചത്. ഇനി മേലെ അങ്ങനെ ആവർത്തിക്കില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. ഞാൻ കളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ബേക്കിയെന്ന് ആര് വന്ന് അടിച്ചെന്ന് അറിഞ്ഞില്ല. ഒരടി എൻ്റെ ഇവിടെയാണ് അടിച്ചത്. രണ്ടാം സ്ത്രീ ഞാൻ ഇവിടെ അടിച്ചു. അതല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എന്ത് അടിച്ചെന്നോട് ഞാൻ ചോദിച്ചില്ല. അങ്ങനെ ഈ പല്ലു ഇളക്കി വെള്ളം കുടിച്ചു കൂടി. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഭയമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കിടക്കുന്നത് ഈ പാർക്കിലാണ്. എനിക്ക് കേസ് ചെയ്യേണ്ട. ആ സഹോദരൻ എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി. നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഗാനമേളക്കിടയിൽ നൃത്തം ചെയ്ത ഒരു വൃദ്ധനെ പരസ്യമായി കസേരയെടുത്ത് അടിച്ചിടുന്ന ഒരു രംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ബാലു എന്ന ഒരു വൃദ്ധനാണ് ആ മർദ്ദനമേറ്റത്. അദ്ദേഹം ഇപ്പോൾ നമ്മളുടെ കൂടെയുണ്ട്. നമുക്ക് ചോദിക്കാം അന്ന് എന്തായിരുന്നു സംഭവിച്ചതെന്ന്. ചേട്ടാ നമസ്കാരം. ശരിക്കും എന്തായിരുന്നു സംഭവിച്ചതെന്ന്? സംസാരം ഈ നമ്മളെ വിഷ്ണു ഭഗവാന്റെ ആശ്രമത്തിലെ വിഷ്ണു ഭഗവാന്റെ ഒരു ഉത്സവമായിരുന്നു. ഞങ്ങൾ ആക്രിയിലും പുറകെ ജീവിക്കുന്നതാണ്. അപ്പം ഞങ്ങളെന്ത് ചെയ്ത് നേരെ ഫുഡെല്ലാം കഴിച്ച് പോകാമെന്ന് ഗാനം വിളക്കാൻ പോയി. ആ ഗാനം കേട്ടപ്പോൾ എനിക്കൊന്ന് കളിക്കണമെന്ന് തോന്നി. എൻ്റെ ഉള്ളിൽ നിന്നൊരു പാട്ട് വന്നുകൊണ്ട് ഞാൻ കളിച്ചു. സത്യമാണ്. ഞാൻ കളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ബേക്കിയെന്ന് ആര് വന്ന് അടിച്ചെന്ന് അറിഞ്ഞില്ല. ഒരടി എൻ്റെ ഇവിടെയാണ് അടിച്ചത്. രണ്ടാം സ്ത്രീ ഞാൻ ഇവിടെ അടിച്ചു. ഞാൻ ഇങ്ങനെ ബ്ലഡ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് കാര്യം എന്ന് ചോദിച്ചു പറയുന്നു. ലാസ്റ്റ് നമുക്ക് ചേട്ടാ പോകുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ പോയി. ഇത് എനിക്കറിയാം. അടിച്ച ആളിനെ ചേട്ടൻ അറിയാവോ? ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഒരു യാതൊരുവിധ ബന്ധവുമില്ല. ഒരു വ്യക്തി ഒരു വൈരാഗ്യവും ഇല്ല. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ ഇന്ന് കണ്ടപ്പോൾ പറഞ്ഞത്. അയ്യോ ഈ ആളാണോ എനിക്കറിഞ്ഞത്. ചേട്ടൻ്റെ നാട് എവിടാ? ഞാൻ തിരുവനന്തപുരത്ത്. ഇവിടെ ഇപ്പോൾ കൊല്ലത്ത് എത്ര നാൾ കൊണ്ടുണ്ട്? 8 വർഷമുണ്ട്. 8 വർഷമായി കൊല്ലത്തുണ്ട്. കൊല്ലത്ത് 8 വർഷമായി ആക്രി പറയൊക്കെയാണ് ജീവിക്കുന്നത്. വീട്ടിലെ സൗകര്യമുള്ള വീടെല്ലാം കൂടി എനിക്കുള്ള വീട് സൗകര്യത്തിലെഴുതി. എനിക്ക് വേറെ ഒന്നുമില്ല. സൗകര്യ ഭർത്താവിലുണ്ട്. പിന്നെ അമ്മ സൗകര്യം. ചേട്ടൻ വിവാഹിതനാണോ? വിവാഹിതനല്ല. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ സൗകര്യം കൂടെയാണ്. അതല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എന്ത് അടിച്ചെന്നോട് ഞാൻ ചോദിച്ചില്ല. അങ്ങനെ ഈ പല്ലു ഇളക്കി വെള്ളം കുടിച്ചു കൂടി. വേറെ എനിക്കൊരു കേസൊന്നും ഞാൻ വേണ്ടെന്ന്. കേസ് വേണ്ട എനിക്ക്. അല്ല, എനിക്കൊരു പരാതിയൊന്നുമില്ല. ഇനി മേലെ ഞാൻ ആരെ അടിക്കരുത്, അത് മാത്രമേ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഈ ആശ്രമം ചുറ്റിപ്പറ്റിയാണ് ജീവിക്കുന്നത്. പിന്നെ എന്താ ഈ ഇത്ര 8 വർഷമായിട്ട് കൊല്ലത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഈ കൊല്ലംകാരെ എന്തുകൊണ്ടാണ് പേടിയെന്നൊരു പറഞ്ഞത് ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. ഒരിക്കലും കൊല്ലംകാരെ പേടിയല്ല. അങ്ങനെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ ഈ ഇത്രയും 10-30 ജനം ഇരിക്കുമ്പോൾ ഒരു വ്യക്തി തന്നെ അടിക്കുമ്പോൾ ഒരാളോട് ചോദിച്ചില്ല എന്താണ് ആ വൃത്തനെ അടിക്കണേന്ന്. അവരെല്ലാം കൊല്ലംകാരാണോ? ആ ചേട്ടൻ എന്താണ് അടിച്ചത്, എന്താണ് കാര്യം, ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തു, ആരും ചോദിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചല്ലോ, ഞങ്ങൾ കൊല്ലംകാരാ. അതെ. എനിക്കും അറിയില്ല എന്തിനടിച്ചത്. എനിക്കും അറിയില്ല. എനിക്ക് ആളിനെ അറിയാൻ ഇത് അറിഞ്ഞുകൂടാ. അതിൻ്റെ കുടുംബം എവിടെയെന്നൂല്ല എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിവിടെ ഈ രാവിലെ പറഞ്ഞപ്പോൾ എല്ലാം ചേട്ടൻ ആരടിച്ചത്. അത് എനിക്ക് ആളിനറിഞ്ഞൂടാ. എവിടെയുള്ള അന്ന് പറഞ്ഞു ചേട്ടനാണ്. ഞാൻ തിരുവനന്തപുരം. ചേട്ടാ അവനകത്താക്കണോ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിന് താല്പര്യമൊന്നുമില്ല. ഞാൻ കേസ് കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഞാൻ കേസ് കൊടുത്തിട്ടില്ല. ഞാനല്ല കേസ് കൊടുത്തത്. ചേട്ടൻ ഗവൺമെൻറ് കേസെടുത്തു. അതായത് പോലീസ് പറഞ്ഞത് ചേട്ടൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നാണ്. എന്നെ കൊണ്ടുപോയി. ഞാൻ സാറേ എനിക്ക് കേസ് വേണ്ടാന്ന് ഇപ്പോഴും പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്ക് കേസേ വേണ്ടാന്ന് പറഞ്ഞു. സംഭവിച്ചത് പറഞ്ഞിരുന്നു പോലീസുകാർ? ഞാൻ പറഞ്ഞു എന്നെ അടിച്ചു പല്ലും പോയെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കേസ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എന്നിട്ടും കേസ് എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് ഈ കൊല്ലത്തെ ആളുകൾ തന്നെ ഈ പ്രശ്നത്തിനെതിരെ അത്രത്തോളം രൂക്ഷമായിട്ട് പ്രതികരിച്ചത് കൊണ്ടാണ് കേസെടുത്തത്. ചേട്ടനൊപ്പം എല്ലാവരും നിന്നിട്ടുണ്ട്. അന്നേരം ചിലപ്പോൾ അപ്പം ആ സമയത്തില്ലെങ്കിലും അതിൻ്റെ 3 ദിവസം കഴിയുമ്പോൾ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. എന്നെ അവിടെ ചെല്ലാൻ പറഞ്ഞ് അവിടെ പോയിരുന്നു. അവിടെ ഒരു സംഘാടന അവരുടെ ഒരു അധികാരി മോനെ ഒരു പരാതി തരണം. ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് വേണ്ട. എൻ്റെ അച്ഛൻ പറഞ്ഞു അച്ഛൻ എനിക്ക് വേണ്ട, പരാതി ഒന്നുമില്ല അച്ഛൻ. മകൾ കളിച്ചോ, മകളെ ആരെ അടിച്ചാലും ഞങ്ങൾ നോക്കിക്കോളാം. അദ്ദേഹം അകത്താക്കിയിട്ട് ദേഷ്യമുണ്ട്.
എന്നാന്ന് കാണാൻ പറഞ്ഞു. അതായത് ഇങ്ങനെ ദേഷ്യമൊക്കെ ഉള്ളവർ ഇപ്പൊ ചുറ്റുവട്ടത്തുണ്ട്. ഇപ്പൊ ചേട്ടന് അങ്ങനെ ഒരു ഭയം ഉണ്ടോ? ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഭയമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കിടക്കുന്നത് ഈ പാർക്കിലാണ്, ചിലം പാർക്ക്. അതായത് ചേട്ടൻ പറഞ്ഞു വരുന്നത് ചേട്ടനെ മർദ്ദിച്ച ആള് ഇപ്പൊ അറസ്റ്റിലായി ജയിലിലായിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. അതിന്റെ ഒരു ഭയം ചേട്ടനുണ്ടെന്നാണ് ചേട്ടൻ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. സത്യമാണോ? എനിക്ക് വിരോധമൊന്നുമില്ല, ഇപ്പോഴും വിരോധമൊന്നുമില്ല. ഞാൻ സുഹൃത്തിനെ അകത്താക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളവനെ അടിച്ചത്. ഇനി മേലെ അങ്ങനെ ആവർത്തിക്കില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. എൻ്റെ ഞാൻ പേരൊക്കെ അറിയാമായിരുന്നു. അറിഞ്ഞൂടാ, എനിക്ക് ആളൊന്നും കണ്ടില്ല. ആ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ കണ്ടു ഇതാണ് ആളും. ഞാൻ കണ്ടെങ്കിൽ പറഞ്ഞ എങ്ങനെ എന്നെ അടിച്ചെന്ന് ഞാൻ ചോദിച്ചത്. അതുപോലെ എനിക്ക് ആളിനെ അറിഞ്ഞൂടാ. ഏതായാലും കൊല്ലംകാരെ ഇപ്പം പേടിയുണ്ടോ? കൊല്ലംകാരെ ഇപ്പം എനിക്ക് പേടിയില്ല, എല്ലാവരും സപ്പോർട്ടാണ്. ഒരുപാടല്ല, ഗൾഫ് രാജ്യം മൊത്തം എനിക്ക് സപ്പോർട്ടാണ്. ആ ചേട്ടനെ എന്തിനു അടിച്ചു, ആ പാപ്പൻ എന്തിനു അടിച്ചത് അവർ ചോദിച്ചു. അദ്ദേഹത്തിന് എന്തിനു അടിച്ചു? ഒരു പാട്ട് കേട്ടാൻ എന്തിനു അടിക്കേണ്ട കാര്യം? ചോദ്യം തന്നെ. അദ്ദേഹം വല്ല തെറ്റ് കാണിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെയും സ്ത്രീകളോ ആരെയും മർദ്ദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത വിളിച്ചു? അദ്ദേഹത്തിന്റെ ബന്ധു ചേട്ടൻ്റെ അടുത്ത് നേരത്തെ പറയുന്നത് കേട്ടത് ചേട്ടൻ എല്ലാവരുടെ അടുത്തും പോയി ഡാൻസ് കളിച്ചു, കൈ കൊടുക്കാൻ ചെന്നു, അതിന്റെ പ്രകോപനത്തിലാ അടിച്ചതെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അത്രയും ഉണ്ടെങ്കിലോ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കുന്നു. ഇത്രയും വ്യക്തികൾ ഞാൻ അവിടെ ഇരുന്നു, അവരെ ഇടിച്ച് പറഞ്ഞ് അവരാണ് ക്യാമറ എടുത്തത്. ചോദിച്ചു എന്തിനാ അടിച്ചു എന്നു. അദ്ദേഹം അപ്പോഴും പൊക്കളഞ്ഞു, എന്നെ വലിച്ചു കൊണ്ടുപോയി. ഏതായാലും ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ചേട്ടന് നിയമപരമായിട്ടുള്ള എല്ലാ പിന്തുണയും ഇവിടെ തന്നെ ലഭിക്കും. ഇപ്പോഴും ഞാൻ പറയണം, എനിക്ക് കേസ് വേണ്ട, ആ സഹോദരൻ രക്ഷപ്പെട്ടാൽ മതി. സഹോദരൻ ഒന്നും വേണ്ട എനിക്ക്. ഇനി അവൻ്റെ അച്ഛനെ പറയാനുള്ളത് അടിക്കാൻ പോകരുത് ഒരിക്കലും. ഒരു ഗാനമേള നടത്തുന്ന ആരെയും അടിക്കാൻ പോകരുത്, അതേ എനിക്ക് പറയാറുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മളെപ്പോഴും അതേ പറയുന്നു.